അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. റസൂലുള്ളാഹി തങ്ങളോട് ഒരിക്കൽ കൂട്ടുകാരോ ചോദിച്ചു, നബിക്ക് ഏറ്റവും ഇഷ്ടം ആരോടാണ്? അടുത്ത വായിക്ക് റസൂലുള്ളാഹി പറഞ്ഞു, എനിക്ക് ഏറ്റവും ഇഷ്ടം എൻ്റെ ഭാര്യയോടാണ്. നിങ്ങളെല്ലാവർക്കും അങ്ങനെ തന്നെ പറയാൻ കഴിയട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുകയാണ്. എനിക്ക് എൻ്റെ ഭാര്യയോട് ഒത്തിരി ഇഷ്ടമാണ്. 5 ഹാഫിളുകളെയാണ് അവൾ എനിക്ക് പ്രസവിച്ചു തന്നത്. 4 പെൺമക്കൾ, ഹാഫിളത്തുകളായ 4 പെൺമക്കളിൽ ഒരാളെ കല്യാണം ആലോചിക്കാൻ എറണാകുളത്ത് നിന്ന് ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ വന്നു. എൻ്റെ ഒരു അകന്ന ബന്ധുവായ പെരുമ്പാവൂർ സ്വദേശി മുഹമ്മദ് കുഞ്ഞു മച്ചാനാണ് അയാളെ കൂട്ടിക്കൊണ്ടു വന്നത്. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, എൻ്റെ വീട്ടിലും എൻ്റെ സഹോദര സന്താനങ്ങളിലും പെൺമക്കൾ ആരുമില്ല, അതുകൊണ്ട് ഞങ്ങളുടെ വീട്ടിലേക്ക് വരുന്ന മരുമകളെ ഞങ്ങൾ രാജകീയമായി സ്വീകരിക്കാൻ തയ്യാറെടുത്തിരിക്കുകയാണ് എന്ന്. ആ വലിയ മനുഷ്യൻ ഒന്നുകൂടി പറഞ്ഞു, എൻ്റെ 3 മക്കൾക്ക് വേണ്ടിയും ഒരേ ഡിസൈനിങ്ങിൽ ഒരേ ആർക്കിടെക്റ്റ് ഡിസൈൻ ചെയ്ത ഓരോ വീടുകൾ ഞാൻ എറണാകുളത്ത് പണിതിട്ടിട്ടുണ്ട്. ആ വീടുകളുടെ പോർച്ചിൽ അവർക്ക് യാത്ര ചെയ്യാനുള്ള വാഹനവും ഞാൻ വാങ്ങിയിട്ടിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹം കുറേ കാര്യം സംസാരിച്ചു. അപ്പോൾ വിവാഹം കഴിക്കേണ്ട മോളോട് ഞാൻ ചോദിച്ചു, ഇങ്ങനെ ഒരു ഓഫറുമായിട്ടാണ് ഒരു ഭാവി ഭർത്തൃപിതാവ് വന്നത് എന്ന്. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, അയാൾ ഹാഫിളും ആലിമുമാണോ എന്ന് ചോദിക്കാൻ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, എൻ്റെ മോൾ എന്നോട് പറഞ്ഞത്, എനിക്ക് ഹാഫിളും ആലിമുമായ ഭർത്താവിന് മതിയെന്നാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ 4 പെൺമക്കൾക്കും അല്ലാഹു കൊടുത്തത് ഹാഫിളുകളായ, ആലിമുകളായ, മുഫ്തിമാരായ ഭർത്താക്കന്മാരെയാണ്. എൻ്റെ ഒരു മോളുടെ വിവാഹ സമയത്ത് ഞാൻ ഇമാമായി നിന്ന് പള്ളിയിൽ വെച്ച് തന്നെയായിരുന്നു വിവാഹം. അപ്പോൾ വർത്തമാനം പറയാൻ എനിക്ക് കിട്ടിയ അവസരത്തിൽ ഞാൻ പറഞ്ഞു, ഈ ഭർത്താവ് മരുമകൻ എൻ്റെ മോളെയും കൊണ്ട് ഹണിമൂണിൻ്റെ ട്രിപ്പ് മലേഷ്യക്കും ഇന്തോനേഷ്യക്കും ഒന്നും സിംഗപ്പൂരിലേക്കൊക്കെ പോകുമെന്ന് എനിക്ക് പ്രതീക്ഷയൊന്നുമില്ല. പക്ഷേ എൻ്റെ മോളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകേണ്ടത് എങ്ങനെയെന്ന് അറിയാം ഇയാൾക്ക്. അതാണ് എൻ്റെ ആഹ്ലാദമെന്ന് പറഞ്ഞത്. ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. ഞാൻ എന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ സത്യം എൻ്റെ വലിപ്പം പറയാൻ വേണ്ടിയല്ല, ഇത്തരം അവസരങ്ങൾ നിങ്ങളുടെ മുമ്പിലും കാത്തിരിപ്പുണ്ടെന്ന് പറയാനാണ് ഞാൻ ഇങ്ങനെയൊക്കെ നിങ്ങളോട് അപേക്ഷിക്കുന്നത്. ഒരുപാട് തവണ ഞാൻ പറഞ്ഞു, ഒരു 10-40 വർഷം മുൻപാണ് ബംഗളൂരു സബീർ റഷാദ് മദ്രസയുടെ മഹാനായ ബാനി ഹസ്രത്ത് അബൂ സൗദ് മൗലാന, എൻ്റെ ഉസ്താദിൻ്റെ ഉസ്താദാണ്. അദ്ദേഹത്തിൻ്റെ വഫാത്ത് മാധ്യമം പത്രത്തിൽ വായിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ പെൺമക്കളൊക്കെ ഹാഫിളത്തുകളാണ് എന്ന് വായിച്ച ഞാൻ ഞെട്ടിപ്പോയി. പെൺമക്കൾ ഹാഫിളത്തുകളാവുകയോ? ഏതൊലവക്കോട് ചെന്നാലാണ് ഇത്തരം മദ്രസകളുള്ളത് എന്ന് ഞാൻ ആലോചിച്ചു. പ്രിയപ്പെട്ടവരെ, എൻ്റെ മൂത്ത മോളെയും കൊണ്ട് ഹിഫ്ള് പഠിക്കാൻ വേണ്ടി ഒരു കൊള്ളാവുന്ന സ്ഥാപനം അന്വേഷിച്ച് ഞാൻ എത്തിയത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തായ സിദ്ദീഖ് ഹാജി നടത്തുന്ന തളിപ്പറമ്പിനപ്പുറത്തുള്ള ഒരു സ്ഥാപനത്തിലാണ്. 350 കിലോമീറ്റർ ദൂരെ. ആ ദിവസങ്ങൾ എനിക്കിപ്പോഴും ഓർക്കുകയാണ്. ഞാനും ഭാര്യയും കൂടെ രാത്രിയുടെ ആദ്യ ഭാഗത്ത് നീണ്ട കരച്ചിലായിരുന്നു. പടച്ചോനെ, 9 വയസ്സുള്ള എൻ്റെ മോള് 350 കിലോമീറ്റർ അകലെ, അവൾ ഒറ്റയ്ക്ക് ഒരു മേൽക്കുരയുടെ കീഴിൽ. പ്രിയപ്പെട്ടവരെ, അതിൽ നിന്നൊക്കെ ഒരുപാട് മാറി. നിങ്ങളുടെ മോളെ നിങ്ങൾക്ക് ഹാഫിളാക്കണമെങ്കിൽ
തളിപ്പറമ്പിലൊന്നും പോകണ്ട, തേരൂർ വരെ വന്നാൽ മതി. ഇവിടെ തന്നെ താമസിച്ച് പഠിക്കുന്നത് പ്രയാസകരമാണെങ്കിൽ രാവിലെ കൊണ്ടുവന്ന് വിട്ട് വൈകുന്നേരം തിരിച്ച് വീട്ടിലേക്ക് കൂട്ടിയാൽ മതി. നിങ്ങൾക്ക് ഒരു നിധി കിട്ടും. ഇപ്രപഞ്ചത്തിൽ പ്രതീക്ഷിക്കാവുന്ന ഏറ്റവും വലിയ നിധി. നമുക്കതത്ര പ്രധാനപ്പെട്ടതല്ലെങ്കിലും നമ്മുടെ പടച്ചോന് അത് ഒത്തിരി പ്രധാനപ്പെട്ടതാണ്. പ്രിയപ്പെട്ട മുഖ്യപ്രഭാഷകൻ പറഞ്ഞ കാര്യം ആവർത്തിക്കാൻ എനിക്ക് തോന്നുന്നു. ഇന്നലെ രാത്രി ഒരുപാട് കണ്ണുകൾ ഉറക്കമൊഴിഞ്ഞിരിക്കുകയായിരുന്നു. പ്രിയപ്പെട്ട ആഫിയ വിശുദ്ധ ഖുർആന്റെ തീർത്ഥാടനത്തിൽ എവിടെ വരെ എത്തിയെന്നറിയാൻ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് പേര് ഇന്നലെ ഉറങ്ങിയത് 19 ജുസുവിലെത്തി അവൾ. ഇനി അവൾക്ക് 11 ജുസു കൂടി ഓതി തീർക്കാനുണ്ട്. എനിക്ക് ഉറക്കം വരുന്നു എന്ന് പറഞ്ഞിട്ടാണ് പലരും കിടന്നത്. ഇന്ന് രാവിലെ എൻ്റെ പ്രിയപ്പെട്ട മോൻ അബ്ദുൽ ഹക്കീമിനെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, ആഫിയ എത്ര മണിക്കാണ് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ നാസിലെത്തിയത്? പ്രിയപ്പെട്ടവര്, എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ അള്ളാഹുവിൻ്റെ അർശിന്റെ ചുവട്ടിലെ മലക്കുകളും ഇന്നലെ ആ രംഗത്തിന് സാക്ഷിയായിരുന്നിരിക്കുമെന്ന്. ഇതൊക്കെ തീരും. ഈ വെടിയും പുകയും ഒക്കെ തീർന്നു കഴിഞ്ഞ് യാഥാർത്ഥ്യങ്ങളുടെ ഒരു ലോകത്തേക്ക് നമുക്ക് പോകാനുണ്ട്. അവിടെ മക്കളെയും വേണ്ടപ്പെട്ടവരെയും ഒക്കെ തോളിൽ പിടിച്ച് കൂടെ കൊണ്ട് നടക്കാനുള്ള അവസരം കിട്ടിയാൽ അതിനോളം വിലപ്പെട്ടതല്ല മറ്റൊന്നും എന്ന് എൻ്റെ മനസ്സിൽ തോന്നിയ ഓർമ്മ ഞാൻ പങ്കുവെക്കാം. ദുഹർ നമസ്കാരത്തിന് അമാൻ മസ്ജിദിൽ 1 മണിക്ക് പോയപ്പോൾ കുറെ പെൺ BLOമാരും ആൺ BLOമാരും കൂടെ 7-8 പേര് പള്ളിയുടെ മുറ്റത്ത് നിരന്നിരിപ്പുണ്ട്. ഇപ്പോഴും എന്യൂമറേഷൻ ഫോം കൈ പറ്റിയിട്ടില്ലാത്ത കുറെ പിതാക്കന്മാര് നേരിട്ട് വാങ്ങാൻ ഇവിടെ നിൽപ്പുണ്ട്. അവരെല്ലാവരുടെയും മുഖത്ത് ഒരു വലിയ ഉദ്വേഗം ഉണ്ടായിരുന്നു. ഞങ്ങളൊക്കെ ഇത്രയായി, മക്കൾക്ക് പൗരത്വം നഷ്ടപ്പെടാതിരുന്നാൽ മതിയായിരുന്നു. എന്ത് കോപ്പിലെ പൗരത്വം, അത് പോയാൽ പോട്ടെ. അള്ളാഹുവിൻ്റെ സ്വർഗത്തിലെ പൗരത്വം കിട്ടാതെ പോയാൽ അതൊരു നഷ്ടമാണല്ലോ എന്ന് തിരിച്ചറിഞ്ഞ് നമ്മെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന പൊന്നുമക്കളായി നമ്മുടെ തങ്കക്കുടങ്ങളെ മാറ്റാൻ നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായി ശ്രമിക്കണമേ എന്ന് ഏറ്റവും വിനയത്തോടു കൂടി ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. അസ്സലാമു അലൈക്കും.